സാവിത്രിയെ നീ നശിപ്പിച്ചു. അന്ന് നിന്നെ ഞാൻ വെറുതെ വിട്ടു. ഞാൻ അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുത്തു. അത് നീ തകർക്കാൻ ശ്രമിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ഇപ്പൊ നീ രക്ഷപ്പെട്ടു. ഇനിയും നിന്നെ എന്റെ കൈ കിട്ടും. അന്ന് നിനക്കുള്ള ശിക്ഷ മരണമായിരിക്കും. മമ്മി 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 ഡാഡി, മമ്മി എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ മോളെ. വാ. സാവിത്രി, 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 സാവിത്രി. പ്രിയപ്പെട്ട, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ. അതുകൊണ്ട് എന്താണ് വിളിക്കേണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എനിക്കൊരു ജീവിതം തന്നു. പകരം എനിക്ക് തരാൻ കഴിഞ്ഞത് ദുഃഖം മാത്രമാണ്. ഇനി എനിക്ക് നിങ്ങളുടെ ഭാര്യയായി ജീവിക്കാൻ കഴിയില്ല. ഞാൻ പോവുകയാണ്. എന്നെ അന്വേഷിക്കരുത്. എന്നോട് ക്ഷമിക്കൂ. എന്റെ ബിന്ദുമോൾക്കൊരുമ്മ. സാവിത്രി. ഹലോ, പോലീസ് സ്റ്റേഷൻ? യെസ്. സാവിത്രിയോ? ഇതെപ്പോ? ഇന്നലെയോ? ഓ ശരി, ഞാൻ അന്വേഷിക്കാൻ വെച്ച് വെച്ചതാണ്. എന്തൊരിപ്പോ ഇത്? ഡാഡി, എത്ര നാളെ എങ്ങനെ ഇരിക്കുന്നത്? ഊണ് കഴിക്കുന്നില്ലേ? ഡാഡി, മമ്മി വരൂല്ലേ? സാവിത്രിയെ ഞാൻ എവിടെല്ലാം അന്വേഷിച്ചു. ഇനിയിപ്പം അവരുടെ നാട്ടിൽ എവിടെയെങ്കിലും അന്വേഷിച്ചാലോ? എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. ശരിയാണ് മീനാക്ഷിയമ്മേ. ഞാൻ നാളെ രാവിലത്തെ വണ്ടിക്ക് തന്നെ പോവാം. അവിടെ എവിടെങ്കിലും അന്വേഷിക്കാം. മോളെ നോക്കിക്കോളണം. സാറെന്താ ഇവിടെ? ഒന്നുമില്ല. സാറിന്റെ മിസ്സിനെ കണ്ടല്ലോ. എവിടെ?
സൗത്രി, സൗത്രി, ഞാൻ പറയുന്നത് ദയവായിട്ട് കേൾക്ക്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇന്നു മുതൽ നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. എല്ലാം മറന്ന് 2 ദിവസം ഇവരോടെങ്കിലും താമസിക്കാം. എന്നിട്ട് നാട്ടിലേക്ക് മടങ്ങാം. അതാ നല്ലത്. വരൂ.